അതെ, എൻ്റെ കസിൻ എനിക്ക് കുറച്ച് വരിക്ക ചക്കപ്പഴം തന്നു. ആ ചക്കപ്പഴം ഒരുപാടങ്ങ് പഴുത്തളിഞ്ഞൊന്നുമല്ല, നല്ല എടുത്ത് കരിമുര കഴിക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അവൾ തന്ന ചക്കയുടെ പകുതിയും ഞാൻ തിന്ന് തീർത്തു. പക്ഷേ കുറച്ച് ചക്കയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് കരിമുരയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അടയിൽ വെക്കുമ്പം ഇത് ചാടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇച്ചിരി ശർക്കര ഉരുക്കിയിട്ട് ഈ ചക്ക പഴത്തിനെ കറണ്ട് പോയി കുനു 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 കുനാ അരിഞ്ഞിട്ട് ഇതിനകത്തിട്ട് വേവിച്ച് 1 സ്പൂൺ നെയ്യ് ഒരു ഫ്ലേവറിന് ചേർത്ത് വരട്ടിയെടുക്കുവാണ് ആദ്യം. ഇത് നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനിയിൽ നെയ്യും ഈ ചക്കപ്പഴവും കൂടെ കിടന്ന് ഇങ്ങനെ നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുവാണേ. ഞാൻ ഈ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇല അപ്പത്തിന് മാവ് പരത്തി കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒഴുകി പോകാത്ത രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇത് വരട്ടിയെടുക്കണേ. ബാലൻസ് തേങ്ങയും കൂടി ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അട തികയത്തില്ല. ഇതിനകത്ത് ഫില്ലിങ്ങേ വെക്കാൻ തികയത്തില്ല. ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പോഴേ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ദേ നമ്മുടെ കൂട്ട് റെഡിയായിട്ടുണ്ട്. വരിക്കച്ചക്കയും തേങ്ങയും ശർക്കരയും 1 സ്പൂൺ നെയ്യും ഏലക്കാപ്പൊടിയും കേട്ടോ. ഓ, പളനി എന്നൊരു പായസം കൊണ്ടുവരത്തില്ലേ, അതേ ടേസ്റ്റ്. ഞാൻ ദേ ഈ ബേസിനിനകത്ത് ഇത്രയും എടുത്തിരിക്കുന്നത് ആട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ഇടാം. ഇതോടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് സോഫ്റ്റ് ആവും. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതൊരു പണിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കണ്ടുകൊണ്ട് കുഴച്ചിട്ട് വരാം. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഈ ചപ്പാത്തിക്ക് കുഴപ്പ്, ഇതുപോലെ ഇലയപ്പത്തിന്, അത് ഈ ഗോതമ്പ് മാവ് ഇച്ചിരി പാടാട്ടോ, ഭയങ്കര പാടാണ്. അപ്പത്തിന് കുറച്ചധികം വേണം. ഓക്കെ, അതുകൊണ്ട് കുഴച്ചെടുത്ത് ഗുസ്തിയായിരുന്നു അതാ വീഡിയോ എടുക്കാൻ. ഓക്കെ, അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉണ്ട്. ചക്ക ഒരു കാരണവശാലും പുറത്തു പോകരുത് കേട്ടോ. പൊതിഞ്ഞങ്ങ് വയ്ക്കാം. ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ബാലൻസും കൂടെ വയ്ക്കാം. ലാസ്റ്റ് 3 എണ്ണം കൊഴുക്കട്ടയാക്കി മാറ്റി. ടെങ് ടെങ് ടെങ്. അപ്പോൾ അത് വേവട്ടെ, അത് വെന്തിട്ട് കാണാം. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുത്തി നോക്കാം. യെസ്, പറ്റിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഒരു കൊഴുക്കട്ട മുകളിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞാൽ അടിയിലുള്ള എന്തായാലും ഡെഫിനറ്റ്ലി വെന്ത് കാണും.
എന്ന് നമുക്ക് മനസ്സിലാവും. ചായയും കൂടെ ആകുമ്പോഴത്തേക്കും ശരിയാവും. ഓക്കെ, ചായ ഇരുന്നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇടാം. You are amazing. Yes, I'm amazing. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ബൈ.